നമസ്കാരം. റാഫ്റ്റോ ക്രിക്കറ്റിലേക്ക് അവർക്കും സ്വാഗതം. CSKയുടെ വിജയം ആരാധകരുടെ ആവേശത്തിലാണ്. ബാക്ക് ടു ബാക്ക് വിക്ടറീസ് 2024 ഏപ്രിലിന് ശേഷം ആദ്യമായിട്ടാണ് നേടിയിരിക്കുന്നത്. തീർച്ചയായിട്ടും കാര്യങ്ങൾ ശരിയായ ട്രാക്കിലേക്ക് വാർന്നു എന്നൊരു വിശ്വാസം തന്നെയാണ് ഇപ്പോൾ CSK ആരാധകർക്കിടയിലുള്ളത്. ബൗളിംഗ് ആയിരുന്നല്ലോ പ്രശ്നം. ആ ബൗളിങ്ങിൻ്റെ പ്രശ്നം പരിഹരിക്കപ്പെടുന്ന സൂചനകൾ. 2 കളികൾ രണ്ടാമത് ബൗൾ ചെയ്തിട്ട്, അതായത് ആദ്യം ബാറ്റ് ചെയ്തിട്ട് ടോട്ടൽ ഡിഫെൻഡ് ചെയ്ത് ജയിച്ചു കയറുന്നു. ചപ്പോക്കിലെ പിച്ചിൽ ഡ്യൂ ഉള്ള ഘട്ടത്തിൽ ഇത് ചെറിയ കാര്യമല്ല. CSKയുടെ നേരെ നമ്മൾ നേരത്തെ ഇൻസ്റ്റാഗ്രാമിൽ ഒരു വീഡിയോ ഇട്ടിരുന്നല്ലോ. CSKയുടെ മുന്നിൽ ഇരുള് മാത്രം ബൗളിങ്ങുമായി ബന്ധപ്പെട്ടാണ് എന്നത് പറഞ്ഞത്. ആ ഇരുള് വെല്ല നീങ്ങുന്നു എന്ന സൂചനകളാണ് ഇവിടെ ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. വെറുതെ സംഭവിച്ചതല്ല, ശരിക്കും എഫേർട്ട് ഇട്ട് ഉണ്ടാക്കിയെടുത്തതാണ് ഈ കാര്യങ്ങൾ എന്നത് വളരെ വളരെ വ്യക്തമാണ്. പ്രത്യേകിച്ച് സ്പിൻ ബൗളിങ്ങിൻ്റെ കാര്യം നമ്മൾ എടുത്ത് പറയണം. സ്പിൻ ബൗളേഴ്സ് ഇപ്പോൾ ഇന്നലത്തെ കളി നോക്കുക. അഖിൽ ഹുസൈനും അതുപോലെ തന്നെ നൂർ അഹമ്മദും മികച്ച രൂപത്തിൽ പന്തെറിഞ്ഞു. അവിടെയാണ് CSK ഈ കളി പിടിക്കുന്നത്. അഖിൽ ഹുസൈൻ 4 ഓവറിൽ 26 റൺസ് മാത്രമാണ് വിട്ടുകൊടുത്തു, ഒരു വിക്കറ്റ് എടുത്തു. നൂർ അഹമ്മദ് 4 ഓവറിൽ 19 റൺസിന് 3 വിക്കറ്റ് എടുത്തു. സോ യെസ്, ആ മാജിക് പതിയെ തിരികെ വരുന്നുണ്ട് എന്നുള്ളത് വളരെ വളരെ വ്യക്തമാണ്. മാസീവ് ഇമ്പ്രൂവ്മെൻ്റാണ് ബൗളിങ്ങിൻ്റെ പല മേഖലകളിലും സംഭവിച്ചിരിക്കുന്നത്. ഇതിൽ എടുത്തു പറയേണ്ട ഒരാൾ അൻഷുൽ കമ്പോജാണ്. അൻഷുൽ കമ്പോജ് പവർ പ്ലേയിൽ പന്തെറിയും, അതുപോലെ തന്നെ മിഡിൽ ഓവറുകളിൽ പന്തെറിയും, അതുപോലെ ഡെത്ത് ഓവറിൽ അദ്ദേഹം പന്തെറിയുന്നു. എല്ലാ മേഖലയിലും വിശ്വസിക്കാവുന്ന ഒരു ബൗളറായിട്ട് അദ്ദേഹം ഇപ്പോൾ CSKക്ക് മാറിക്കൊണ്ടിരിക്കുകയാണ്. പ്രധാനപ്പെട്ട കാര്യം, ഓൾറെഡി അദ്ദേഹം 10 വിക്കറ്റുകൾ കടന്നു കഴിഞ്ഞു എന്നുള്ളതുമാണ്. സോ CSK പതിയെ ട്രാക്കിലേക്ക് വരുന്നു. സഞ്ജു സാംസൺ സ്കോർ ചെയ്യുന്നു. ഇനിയിപ്പോൾ ഋതുരാജ് ഗെയ്ക്വാദിൻ്റെ കാര്യമാണ്. അദ്ദേഹത്തിന് കൂടി ആ മികവിലേക്ക് എത്താൻ പറ്റിക്കഴിഞ്ഞാൽ CSKക്ക് കാര്യങ്ങൾ എളുപ്പമാകും എന്ന പ്രതീക്ഷയിലാണ് ആരാധകരിരിക്കുന്നത്. കളിക്ക് ശേഷം ഇന്നലെ കൃത്യമായിട്ട് കാര്യങ്ങൾ വിലയിരുത്തുമ്പോൾ ഋതുരാജ് ഗെയ്ക്വാദ് ഒരു കാര്യം പറഞ്ഞു. തീർച്ചയായിട്ടും എ ബിഗ് നോക്ക് ഈസ് ജസ്റ്റ് അറൗണ്ട് ദി കോർണർ, ഡെഫിനറ്റ്ലി ഐ വിൽ ഡു ഇറ്റ് വെൻ ഇറ്റ്സ് നീഡഡ് എന്ന് പറയുന്നുണ്ട്. ഒരു വലിയ ഇന്നിങ്സ് വരാനിരിക്കുന്നു, അത് വരും, അത് പ്രധാനപ്പെട്ട സമയത്ത് ഞാൻ ചെയ്യും, മെൻ്റലി ഫീലിംഗ് പോസിറ്റീവ് എന്നാണ് അദ്ദേഹം പറയുന്നത്. ഏതായാലും കളിയെ മൊത്തത്തിൽ വിശകലനം ചെയ്തുകൊണ്ട് അദ്ദേഹം പറഞ്ഞത് ഫീലിംഗ് ഗുഡ്, ഒരു നല്ല സ്കോർ, ഡിഫെൻഡ് എ ഗുഡ് സ്കോർ. ഇതൊരു പാർ സ്കോറാണെന്നാണ് കരുതുന്നത്. കാരണം വിക്കറ്റ് ഡ്രാസ്റ്റിക്കലി ചേഞ്ച് ചെയ്തു. ആദ്യത്തെ 7-8 ഓവറുകൾക്ക് ശേഷം ഡ്രാസ്റ്റിക്കലി വിക്കറ്റ് ചേഞ്ച് ചെയ്തു. ബോള് സ്പിൻ ചെയ്യാൻ തുടങ്ങി, ഗ്രിപ്പിംഗ് ചെയ്യാൻ തുടങ്ങി. ഞങ്ങളൊരു 200-210 റൺസാണ് ഇനീഷ്യലി ചിന്തിച്ചിരുന്നത്. പക്ഷെ പിന്നെ ഞങ്ങൾക്ക് കരുതിയത് ഒരു 180 റൺസിന് മുകളിൽ സ്കോർ വന്നാൽ അത് ഗുഡ് സ്കോറായിരിക്കും എന്നാണ്. ബൗളിങ്ങിൻ്റെ കാര്യത്തിൽ ഇറ്റ് വാസ് ഗുഡ്. സ്ലോലി കാര്യങ്ങൾ ശരിയായിട്ട് വരുന്നുണ്ട്. ഇറ്റ്സ് കമ്മിങ് ടുഗെദർ. എല്ലാവർക്കും അറിയാം എന്താണ് അവരുടെ റോളെന്ന്, ഏത് ലെങ്ത്തിലാണ് പന്തെറിയേണ്ടത് എന്നുള്ളത്. അഡ്ജസ്റ്റിംഗ് ആൻഡ് അഡാപ്റ്റിംഗ് അത് നല്ല രൂപത്തിൽ നടക്കുന്നുണ്ട്. പിന്നെ പ്രധാനപ്പെട്ട കാര്യം അഖിലിൻ്റെ കാര്യം. അദ്ദേഹം മോർ ഓഫ് എ പവർ പ്ലേ ബൗളറാണ്. പക്ഷേ സുനിൽ വാസ് ബാറ്റിംഗ്. എന്നാലും അദ്ദേഹം വളരെ നല്ല രൂപത്തിൽ തന്നെയാണ് ബാറ്റ് ചെയ്തിരിക്കുന്നത്. പിന്നെ CSKയുടെ ക്യാച്ചിങ്ങിൻ്റെ കാര്യത്തിൽ ക്യാച്ച് ഡ്രോപ്പ് വന്നപ്പോൾ ഇന്നലെ നല്ല രൂപത്തിൽ ഹ്യൂമിഡിറ്റി ഉണ്ടായിരുന്നു, നല്ല ചൂടായിരുന്നു, നന്നായിട്ട് വിയർപ്പൊക്കെ ഉണ്ടായിരുന്നു. അതൊരു പ്രശ്നമായി എന്ന് തന്നെ അദ്ദേഹം പറയുന്നു. വി ഡ്രോപ്പ്ഡ് എവറിത്തിങ്, ജസ്റ്റ് ടുക്ക് 1 or 2. ശരിക്കും പറഞ്ഞാൽ നല്ല ഹ്യൂമിഡായിരുന്നു, നന്നായിട്ട് സെറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു, കൈകളിലേക്ക് വിയർപ്പ് വരുന്നുണ്ടായിരുന്നു. ഒരു എക്സ്ക്യൂസായിട്ട് പറയല്ല, പക്ഷെ അതാണ് സംഭവിച്ചിട്ടുള്ളത്. ഞങ്ങൾക്ക് എന്തായാലും ആ മേഖലയിൽ ഇമ്പ്രൂവ് ചെയ്യേണ്ടതുണ്ട്. എന്തായാലും എനർജി, ഇൻറ്റൻറ്റ്, ആറ്റിറ്റ്യൂഡ് ഇതെല്ലാം ബിഹൈൻഡ് എവരി ബോൾ ഉണ്ടെങ്കിൽ അത് ഞങ്ങൾക്ക് ഗുണകരമായിട്ട് മാറും എന്ന് തന്നെ ഇപ്പോൾ ഋതുരാജ് ഗെയ്ക്വാദ് പറയുന്നു. എന്തായാലും CSKയുടെ ആരാധകർ ഇപ്പോൾ ഒരു പ്രതീക്ഷയിലാണ്. തുടർച്ചയായി 2 വിജയങ്ങൾ, DC തോൽപ്പിച്ചു, KKRനെ തോൽപ്പിച്ചു, പതിയെ പോയിൻ്റ് പട്ടികയിൽ മുന്നോട്ട് കയറി 5 കളികളിൽ നിന്ന് 4 പോയിൻ്റുമായിട്ട് 8ാം സ്ഥാനത്ത്. ഇതിപ്പോൾ അത്ര മോശം സ്ഥാനമല്ല. കാരണം എന്താണെന്ന് അറിയുമോ, 4ാം സ്ഥാനത്തുള്ള SRHനും 5 കളികളിൽ നിന്ന് 4 പോയിൻ്റാണ്. നെറ്റ് റൺ റേറ്റ് ബെറ്ററാക്കാൻ പറ്റണം. ആദ്യ കളിയിൽ RR നിന്ന് കിട്ടിയ ഒരു തിരിച്ചടിയാണ് അവിടെയുള്ളത്. അത് പതിയെ ബെറ്ററായി വരും എന്ന് തന്നെ കരുതാം. വീഡിയോ അവസാനിക്കുന്നു. ക്രിക്കറ്റ് ലോകത്ത് കൂടുതൽ വിശേഷങ്ങളുമായി റാഫ്റ്റോ ക്രിക്കറ്റ് എത്താം.